ഹായ് ഗൈസ്, മൈ സീക്രട്ട് റൊമാൻസ് എന്ന് പറയുന്ന ഈ കൊറിയൻ ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ന്യൂസിലും ഇൻ്റർനെറ്റിലും മൊത്തവും ഡേ ബുക്ക് കമ്പനിയുടെ ഡയറക്ടർ മിങ്ങും സുന്നും ബ്രേക്കപ്പായി, അതുകൊണ്ടാണ് സുന്നു കരഞ്ഞ എന്ന വാർത്ത അവിടെ മൊത്തം ഇങ്ങനെ പടർന്നിരിക്കുകയാണ്. അപ്പം മിങ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം മിങ്ങിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് സെക്രട്ടറി ജാങ് ആ ന്യൂസ് കണ്ടിട്ട് മിങ്ങിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം മിങ്ങു ആ ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർട്ട് അവസാനിച്ചത്. അപ്പം നമുക്ക് ഈ പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം ജിൻസു ഇങ്ങനെ ആ കമ്പനിയിലൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ജിൻസുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റാഫ് അവിടെ ഒരു മൂലയിൽ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പം ജിൻസുവും ആ സ്റ്റാഫിൻ്റെ അടുത്ത് എന്നിട്ട് എന്താ പരിപാടി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ സമയത്താണ് ആ സ്റ്റാഫും ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നത്, ഇൻ്റർനെറ്റ് മൊത്തവും ഇപ്പം ഡയറക്ടർ മിങ്ങിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്, അതിലൊരു കൊച്ചുമുണ്ട്. അതുകൂടാതെ ഡയറക്ടർ മിങ്ങിന് അടുപ്പമുള്ള ആ സ്ത്രീ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്റർനെറ്റിലെ ന്യൂസിലൊക്കെ പറയുന്നത് എന്ന് ആ സ്റ്റാഫ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് ആ സ്റ്റാഫ് പറയുന്നു, എന്നാലും ആരായിരിക്കും ആ സ്ത്രീ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് ജിൻസുവിനും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ജിൻസു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ വാഷ്റൂമിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അതിന് ശേഷം ഒരു ടോയ്ലറ്റിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ജിൻസു ആണെങ്കിൽ അവിടെ ഫോണിൻ്റെ അകത്ത് ഇൻ്റർനെറ്റിൽ കയറി നോക്കുകയാണ് ഈ ന്യൂസിനെ പറ്റി. അപ്പോൾ അതിലൊക്കെ ജിൻസുവിനെ പറ്റി ഒരുപാട് മോശമായിട്ടാണ് ഇൻ്റർനെറ്റിലെ ആ ന്യൂസിലൊക്കെ പറയുന്നത്. അത്രയും വലിയ കമ്പനിയുടെ ഡയറക്ടറായ മിങ്ങിൻ്റെ ആ സ്വത്ത് കണ്ടിട്ടായിരിക്കും അവൾ ഡയറക്ടർ മിങ്ങുമായിട്ട് അടുത്തത്. എന്തായാലും അവൾ അത്ര നല്ലവളല്ലെന്നും പറഞ്ഞ് ജിൻസുവിനെ പറ്റി കുറേ മോശമായിട്ടാണ് ആ ന്യൂസിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ജിൻസുവിനും ആ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഭയങ്കര ഫീലായിട്ട് ജിൻസു ആ ടോയ്ലറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ജിൻസു ഇരിക്കുന്ന ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെയുള്ള വാഷ്റൂമിൻ്റെ അകത്ത് വേറെ ആരൊക്കെയോ രണ്ടുപേര് വന്നിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടർ മിങ്ങുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞത് അത് വേറെ ആരുമല്ല, അതാ ന്യൂട്രീഷനാണ്. പക്ഷേ അവളെ കണ്ടാൽ അത്തരക്കാരിയായിട്ട് തോന്നില്ല, പക്ഷേ അവളെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ജിൻസുവിനെ പറ്റി മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻസു ഇതെല്ലാം കേട്ട് ഭയങ്കര ഫീലായിട്ട് ആ ടോയ്ലറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മിങ്ങിൻ്റെ കമ്പനിയിൽ തന്നെയുള്ള ആ ചൊറിയനായിട്ടുള്ള അങ്ങേരില്ലേ, അങ്ങേരും ഈ ന്യൂസ് എല്ലാം അറിഞ്ഞിരിക്കുകയാണ്. അങ്ങേരും ആ ന്യൂസ് എല്ലാം ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം മിങ്ങു ഈ ന്യൂസ് എല്ലാം ജിൻസു അറിഞ്ഞു കാണൂ എന്ന് വിചാരിച്ച് അവക്കിതെല്ലാം കണ്ട് വിഷമമായി കാണോ എന്ന് മിങ്ങും ചിന്തിച്ചിട്ട് ജിൻസുവിനെ മിങ്ങ് ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ജിൻസുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നിട്ട് മിങ്ങും ഭയങ്കര ടെൻഷനായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ജിൻസു അന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഫീസിൽ നിന്ന് നേരെ ബസ്സിന് വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ ജിൻസു അങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് അവിടെ ബസ്സിന് കാത്തിരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരും ഇപ്പം നടന്ന മിങ്ങിൻ്റെ സുന്നിൻ്റെയൊക്കെ ഈ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, മിക്കവാറും അവൻ ആ മിങ്ങിനെ ചതിച്ച് അവൻ്റെ പൈസ തട്ടിയെടുക്കാനായിരിക്കും നോക്കുന്നത്. അവൾ ഒരു രാത്രിയിലത്തെ മാത്രം ബന്ധമുള്ളവളാണ്, അവൾ പൈസ കണ്ടിട്ടായിരിക്കും ഇതുപോലെ ആ ഡേ ബുക്ക് കമ്പനീൻ്റെ ഡയറക്ടർ മിങ്ങുമായിട്ട് അടുക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ ആൾക്കാരങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ജിൻസുവിന് കൂടുതൽ വിഷമമായിട്ട് ജിൻസു അവിടെ തല കുനിഞ്ഞ് അവിടെ ഫീലായിട്ട് ഇരിക്കുകയാണ്. അപ്പം ജിൻസു ഇരിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബേക്കിലൊരു ഭാഗത്ത് തന്നെ ആ സെക്രട്ടറി ജാങ്ങും മിങ്ങും ആ കാറിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പം മിങ്ങും ജിൻസു ഇതുപോലെ ഇങ്ങനെ ഫീലായിട്ട് ഇരിക്കുന്നതൊക്കെ ആ കാറിൻ്റെ അകത്ത് ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജിൻസു അങ്ങനെ ഫീലായിട്ട് ഇരിക്കുന്ന സമയത്ത് മിങ്ങ് ജിൻസുവിൻ്റെ അടുത്ത് ചെല്ലാമെന്ന് വിചാരിച്ച് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് മിങ്ങിൻ്റെ അടുത്ത് ആ സെക്രട്ടറി ജാങ്ങും പറയുന്നു, ഇപ്പം നിങ്ങൾ ആ ജിൻസുവിൻ്റെ അടുത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പം നിങ്ങളെ പറ്റിയുള്ള ന്യൂസുകളെല്ലാം അറിയില്ലേ, നിങ്ങളിപ്പം ജിൻസുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും മനസ്സിലാവും നിങ്ങളുമായിട്ട് രഹസ്യമായിട്ടുള്ള ബന്ധമുള്ളത് ആ ജിൻസുവിനാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിൻസുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചിരിക്കുന്നതാണ് നല്ലത് എന്ന് മിങ്ങിൻ്റെ അടുത്ത് സെക്രട്ടറി ജാങ് പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പുറത്തിറങ്ങുന്നില്ല. പിന്നെ അതിനുശേഷം മിങ്ങും സെക്രട്ടറി ജാങ്ങും കാറിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജിൻസുവും ഒരിടത്ത് വന്ന് നിന്നതിന് ശേഷം മിങ്ങുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സിൽ മിങ്ങിൻ്റെ കൂടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ജിൻസു ഇങ്ങനെ ചിന്തിച്ച് അവിടെ ഇങ്ങനെ പുറത്ത് കാറ്റും കൊണ്ട് ഭയങ്കര ഫീലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് തന്നെ ആ ബെന്നു അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജിൻസു എന്ന് വിളിച്ചിട്ട് ബെന്ന് ജിൻസുവിനെ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്.
എന്നിട്ട് ജിൻസു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എന്നെ ജിൻസുവിൻ്റെ മൂഡ് മാറ്റാനായിട്ട് ബേസ്ബോൾ കളിക്കുന്ന ഒരു കോർട്ടിൽ കൊണ്ടുപോകണുണ്ട്. അപ്പോൾ ആദ്യം പന്തൊക്കെ വരുമ്പോൾ ജിൻസുവിന് മിസ്സാവുമെങ്കിലും അവസാനം ജിൻസു അടിച്ച പന്ത് പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജിൻസു ഞാൻ അടിച്ചെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ തുള്ളി ചാടുന്നു. എന്നിട്ട് ജിൻസു പറയുന്നുണ്ട് ഞാൻ ഒരു റൗണ്ടും കൂടെ കളിച്ചോട്ടാന്ന്. നീ ഓൾറെഡി എൻ്റെ പോക്കറ്റിലുള്ള പൈസ മൊത്തം ഇപ്പം തന്നെ തീർത്ത് ഇനി എൻ്റെ പൈസ ഇല്ലെന്നും പറഞ്ഞിട്ട് പോവാന്നും പറഞ്ഞിട്ട് ബെൻ പോകണുണ്ട്. അപ്പം ജിൻസു ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഫോമായിട്ട് വന്നതെന്നും പറഞ്ഞിട്ട് ജിൻസു ബെന്നിൻ്റെ കൂടെ തന്നെ പോകണുണ്ട്. പിന്നെ അതിനുശേഷം മിങ്ങും ജിൻസും ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ജിൻസു ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇറങ്ങിയ ആ ന്യൂസിനെയൊക്കെ പറ്റി നീ അറിഞ്ഞു കാണുമല്ലോ, നീ എന്നിട്ട് എൻ്റെ അടുത്ത് ഇതുവരെ ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കാത്ത എന്തെന്ന് ജിൻസു ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബെന്നും ജിൻസുവിനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ നിൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ബെന്നും പറയുന്നു. അപ്പം ജിൻസു ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞത് തന്നെയാണ് ശരിക്കും ശരി. എല്ലാ രീതിയിലും ആ ഡയറക്ടർ മിങ്ങും ഞാനും ഡിഫറൻ്റായ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒന്നിക്കില്ല. ഞാൻ ഇനിയും അവനെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തന്നെ ഇനിയും കൂടുതൽ വിഷമിക്കൂ എന്ന് ജിൻസു ബെന്നിൻ്റെ അടുത്ത് പറയുന്നു. പിന്നെ അതിനുശേഷം ബെന്നും ജിൻസും അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻസു വീട്ടിൽ എത്തിയതിന് ശേഷം ജിൻസുവിൻ്റെ അമ്മയും ഇതിനെപ്പറ്റി ജിൻസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് ഇത്രയും പ്രശ്നമായിട്ട് ആ ഡയറക്ടർ മിങ്ങ് നിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞ്? ഇത്രയും നടന്നിട്ടും അവ ഒന്നും അറിയാത്ത പോലെയാണ് നടക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവ അത്ര നല്ലവനായിരിക്കില്ല, അവ മോശക്കാരനായിരിക്കും എന്ന് ജിൻസുവിൻ്റെ അമ്മ ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു. ഇനി നീ അവനെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നീ അവനെ പറ്റി മറക്കാൻ ജിൻസുവിൻ്റെ അമ്മ ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ജിൻസു ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഫീലായിട്ട് ഇരിക്കുന്നുണ്ടിട്ട് ജിൻസുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൻ പോയെന്ന് വെച്ച് നിന്റെ ജീവിതം നശിച്ചൊന്നൊന്നും വിചാരിക്കേണ്ട, ഇത് നിന്റെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമാണ്. ഈ ലോകത്ത് അവൻ മാത്രമല്ല ആണായിട്ടുള്ളത്. എന്നിട്ട് ജിൻസു ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ജിൻസുവിൻ്റെ അമ്മയ്ക്കും ജിൻസുവിൻ്റെ ഈ അവസ്ഥയിൽ ചെറിയ വിഷമമുണ്ട്. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്, ഇപ്പം ബെൻ ആ സുന്നിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂവിന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പം ആ ഇൻ്റർവ്യൂവിൻ്റെ ഷൂട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സുന്നും ബെന്നിൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുന്നും ബെന്നിൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബെന്നും തിരിച്ച് അതിനുള്ള ഉത്തരങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ആ സുന്നാണെങ്കിൽ ബെന്നിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ യാത്രകളെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് പറയുന്നു. ബെന്നിൻ്റെ മനസ്സിലുള്ള യാത്രകളെ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ബെൻ സുന്നിൻ്റെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെയെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ സുന്നും പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ബെന്നും പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒറ്റയ്ക്ക് നിങ്ങൾ യാത്ര ചെയ്യണം, അത് നല്ല ഫീലിംഗ് ആണെന്ന് പറയുന്നു. എന്നിട്ട് അതിനുശേഷം അപ്പം ഇൻ്റർവ്യൂ എല്ലാം അവസാനിക്കുന്നുണ്ട്. അവരെല്ലാവരും ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ട് ആ സുന്നും ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത്, നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ബെന്നും ആ സുന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഇൻ്റർവ്യൂ ടൈമിൽ ഞാൻ അവസാനം നിൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യം നീയൊന്ന് ഇരുന്ന് ചിന്തിക്കണം. നിനക്ക് മറ്റൊരാളുടെ മേളിൽ തോന്നുന്ന ക്രഷ് അതൊരു ട്രൂ ലവ് ആണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. എന്നിട്ട് സുന്നും ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതത്തെ ഓർത്ത് കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം സുന്നിൻ്റെ കൂടെ വന്ന ആ ഇൻ്റർവ്യൂ ടീമിലുള്ള ഒരാൾ വന്നിട്ട് ആ ബെന്നിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് ജോബ്, നിങ്ങൾ നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ ടീമിലുള്ള ബാക്കിയുള്ളവരുമായിട്ട് ബെന്നി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിന്നു ഒരു നിമിഷം ബെന്നിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ജിൻസുവിനെയാണ് കാണിക്കുന്നത്. ജിൻസു ഇപ്പം മിങ്ങിൻ്റെ ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജിൻസു ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഓഫീസിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിൻസുവിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആ മിങ്ങും അതുപോലെ തന്നെ സെക്രട്ടറി ചാങ്ങും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അവർ രണ്ടുപേരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അവരങ്ങനെ നോക്കി ഇന്നതിന് ശേഷം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത പോലെ അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജിൻസു അവിടെയുള്ള ആ സ്റ്റാഫ്സിനൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻസു ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്ത് ഭയങ്കര ഡിസ്റ്റർബായിട്ടാണ് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വേറൊരു സ്റ്റാഫ് ജിൻസു ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി ഭയങ്കര ഡിസ്റ്റർബായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തത് കണ്ടിട്ട്, നീ കുറച്ച് നേരം ചെന്ന് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്ക്, ഞാൻ തന്നെ ഇത് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജിൻസു അവിടെ ഒരു മൂലയിൽ വന്ന് നിന്നതിന് ശേഷം ജിൻസുവിൻ്റെ ടീം ലീഡറിനെ വിളിച്ചതിന് ശേഷം എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണം. അപ്പോൾ ടീം ലീഡറും ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ അവിടെ വർക്ക് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം, പ്രശ്നം എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻസുവും പറയുന്നുണ്ട്, അത് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്കിത്ര ട്രാൻസ്ഫർ റെഡിയാക്കി തരാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ജിൻസു അവിടെ ഇന്നിങ്ങനെ ഫീലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജിൻസു അങ്ങനെ ഫീലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഒരു ഭാഗത്ത് ഇന്ന് മിങ്ങും ഇങ്ങനെ ഇമോഷണലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മിങ്ങും
ഞാൻ അവളെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് സന്തോഷത്തെക്കാട്ടിയും സങ്കടമായിരിക്കും ഉണ്ടാവുന്നതെന്നൊക്കെ വിചാരിച്ച് മിങ് അവിടെ നിന്ന് പോകണുണ്ട്. എന്നിട്ട് അതിനുശേഷം ജിൻസു ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗത്തൊക്കെ ജിൻസു വന്നിട്ട് ജിൻസു ആദ്യമായിട്ട് ഇവിടെ വന്ന ആ കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്രയും നാൾ ഇവിടെ എൻജോയ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റാഫ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത കാര്യങ്ങളും അങ്ങനെ ഇവിടെ വെച്ച് ജിൻസുവിനുണ്ടായ എല്ലാ ഹാപ്പിയായ നല്ല മൊമെൻറ്റ്സ് ഇവിടെ നിന്ന് പോവാൻ പോണത് കൊണ്ട് തന്നെ ഭയങ്കര ഫീലായിട്ട് ജിൻസു അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മിങ് ജിൻസുവിന് പുതിയതായിട്ട് സെറ്റാക്കി കൊടുത്ത ആ ഓഫീസ് റൂമിലും ജിൻസു വന്നിരുന്നതിന് ശേഷം ഈ കമ്പനിയിൽ ജിൻസു വന്നതിന് ശേഷം ജിൻസുവിന് ഇവിടെ വെച്ച് നടന്ന ആ സന്തോഷം നൽകുന്ന മോമെൻറ്റ്സ് എല്ലാം ജിൻസു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഭയങ്കര ഫീലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജിൻസു അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് മിങ് ജിൻസുവിൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കുന്നത്, നമുക്ക് മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. എന്നിട്ടിപ്പം മിങ്ങും ജിൻസുവും മിങ്ങിൻ്റെ കാറിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനും നിങ്ങളെ ഫോണിൽ വിളിക്കാനിരുന്നതാണ്. അപ്പം മിങ്ങും ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഫോണിൽ വിളിക്കാതിരുന്നതിന് സോറി, എനിക്ക് ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റാഞ്ഞത്. എന്നിട്ട് ജിൻസും കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്താൽ അത് നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം മിങ്ങും കണ്ണ് നിറഞ്ഞുകൊണ്ട് ജിൻസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പം നീ പറഞ്ഞു വരുന്നത് ഈ കമ്പനി വിട്ട് നീ പോകാൻ പോവുകയാണെന്നാണോ? അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഞാൻ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു, ഞാനിത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിന് നല്ലത് എന്ന് ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം മിങ്ങ് ഇങ്ങനെ കുറച്ചു നേരം ജിൻസുവിനെ തന്നെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതിന് മിങ്ങ് ജിൻസുവിനെ ഹഗ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം, നിനക്ക് ഞാൻ കാരണം ഒരുപാട് വിഷമിക്കേണ്ടി വന്നു എന്ന് എനിക്കറിയാം, പക്ഷേ നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ നിന്നെ പോവാൻ സമ്മതിക്കില്ല, ഞാൻ നിന്നെ കമ്പനി വിട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് മിങ്ങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ജിൻസുവും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ലെന്ന്. എന്നിട്ട് അതിനുശേഷം ജിൻസു പറയുന്നുണ്ട്, ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ഇതുപോലെ ഇരുന്നാൽ ഞാൻ വിഷമിക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് ജിൻസു മിങ്ങിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി പോകണുണ്ട്. അപ്പം മിങ്ങും ആ കാറിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ജിൻസും കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അവശയായിട്ടാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മിങ്ങു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പെട്ടെന്ന് സ്റ്റിയറിങ്ങിലൊക്കെ കുറേ ദേഷ്യത്തിൽ അടിക്കുന്നുണ്ട്. എന്നിട്ട് മിങ്ങു ഒന്നും ചെയ്യാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് ആ കാറിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ അകത്ത് ഫീലായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിങ്ങിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്